നമസ്കാരം. കേരളമേറെ ചർച്ച ചെയ്ത അല്ലെങ്കിൽ കേരളത്തെ ഏറെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു ഷാരോൺ വധക്കേസ്. സ്വന്തം കാമുകനെ അവനൊരു ശല്യമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഗ്രീഷ്മ എന്ന പെൺകുട്ടി കഷായത്തിൽ വിഷം കലർത്തി ആ കാമുകനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവമെന്നും മലയാളികൾക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഗ്രീഷ്മയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണെന്ന് നോക്കാം. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ: കാമുകനെ കഷായത്തിൽ വിഷം കൊടുത്തു കൊന്ന കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തിരുവനന്തപുരം സ്വദേശി ഗ്രീഷ്മയെ പറ്റി ഒരു സഹ തടവുകാരി കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിക്കുകയുണ്ടായി. ഗ്രീഷ്മ ജയിലിൽ അതീവ സന്തോഷവതിയാണെന്നും കൂടുതൽ സുന്ദരിയായി മാറിയിട്ടുണ്ടെന്നുമാണ് അവർ പറഞ്ഞത്. കുറ്റബോധത്തിന്റെ ലാഞ്ചന പോലും അവൾക്കില്ലത്രേ. തനിക്ക് കാമുകനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശമില്ലായിരുന്നു എന്ന് മാത്രമാണ് ആ സംഭവത്തെപ്പറ്റി ഗ്രീഷ്മ പറഞ്ഞത്. മേൽക്കോടതിയിലെ അപ്പീലിൽ പൂർണ്ണ പ്രതീക്ഷയാണ് ഗ്രീഷ്മയ്ക്ക്. മാത്രമല്ല, ജാമ്യത്തിൽ ഇറങ്ങിയാൽ ഉടൻ നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹവും ഉണ്ടാകുമെന്നാണ് ഗ്രീഷ്മ പറഞ്ഞത്. ഇപ്പോൾ PhD പഠനത്തിന് ചേർന്ന ഗ്രീഷ്മ തടവുകാലം തന്റെ പഠന കാലയളവ് മാത്രമായിട്ടാണത്രേ കാണുന്നത്. ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് പങ്കുവയ്ക്കപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ നിഷ്ഠൂരമായി ഒരു ജീവൻ ഇല്ലാതാക്കിയ ഗ്രീഷ്മ ജയിലിൽ സന്തോഷവതിയാണ് എന്നാണ് ഒരു സഹ തടവുകാരി ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ച വ്യക്തിയോട് പറഞ്ഞിരിക്കുന്നത് എന്ന തരത്തിലാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ വേദനയുള്ളതാക്കും. പ്രത്യേകിച്ച് ഈ കുറ്റബോധത്തിലെ യാതൊരു ലാഞ്ചനയും ഗ്രീഷ്മയ്ക്കില്ല എന്ന ഒരു വെളിപ്പെടുത്തലാണ് സഹ തടവുകാരി നടത്തിയതെന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകളാണ് പുറത്തു വരുന്നത്. എല്ലാവരോടും ചിരിച്ചുകൊണ്ട് തന്നെയാണ് അവൾ സംസാരിക്കുന്നത്. വിഷമം എന്നത് അവളെ തൊട്ടിട്ടില്ല. തനിക്ക് കാമുകനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശമില്ലായിരുന്നു എന്ന് മാത്രമാണ് ആ സംഭവത്തെപ്പറ്റി ഗ്രീഷ്മ പറഞ്ഞത്. മേൽക്കോടതിയിലെ വിധി നമുക്കറിയാം, ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. മാത്രമല്ല, ഇതിനെതിരെ അപ്പീൽ പോയിരിക്കുകയാണ്. ആ വിധിയിൽ എന്ത് വിധിയായിരിക്കും വരിക എന്നതടക്കമുള്ള ചോദ്യം ഉയരുകയാണ്. എന്തായാലും ഈ ഒരു ജയിൽവാസത്തെ തൻ്റെ പഠന കാലയളവ് മാത്രമായിട്ടാണ് ഗ്രീഷ്മ കാണുന്നതെന്നാണ് പറയുന്നത്. എല്ലാ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ടുള്ള പഠനം, ഏകാഗ്രത പഠനത്തിലേക്ക് തിരിച്ചിരിക്കുകയാണ്. എന്നാൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളെ ആ ശിക്ഷ കോടതി റദ്ദ് ചെയ്യുകയോ മരവിപ്പിക്കുകയോ ചെയ്യുന്നതുവരെ ഏകാന്ത തടവിലാണ് പാർപ്പിക്കുക. പിന്നെ എങ്ങനെയാണ് കൂടെ ഉണ്ടായിരുന്ന തടവുകാരി അവരെ പറ്റി അഭിപ്രായം പറയുന്നത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഈ പോസ്റ്റിനെ കുറിച്ചുള്ള ആധികാരികത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലൊരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ്. ജയിലിൽ ഏകാന്ത തടവിലാണെങ്കിലും ഭക്ഷണം കഴിക്കാനും മറ്റു ആവശ്യങ്ങൾക്കുമായി ജയിൽ പുള്ളികളെ പുറത്തിറക്കാറുണ്ട്. സഹ തടവുകാരി എന്ന് ഉദ്ദേശിക്കുന്നത് തൊട്ടടുത്ത സെല്ലിലെ തടവുകാരി എന്നായിരിക്കാം എന്നാണ് വ്യക്തമാകുന്നത്. ജയിലിലായതുകൊണ്ട് പരസ്പരം കാണാൻ കഴിയുമെന്നാണല്ലോ സൗന്ദര്യത്തിന്റെയും ശരീരപുഷ്ടിയുടെയും പഠനത്തിന്റെയും കാര്യങ്ങൾ പറയാൻ കഴിയുന്നത്. പുറമേ നിന്നും അകത്തേക്ക് നോക്കിയാൽ ജയിലാണ്, അതൊരു ജയിലാണ്. പക്ഷേ അകത്ത് കിടക്കുന്ന ഒരാൾക്കും അത് ജയിലല്ല, സുഖവാസ ഇടമാണ്. പുറത്തെ തിരക്കുകളിൽ നിന്നും കുടുംബ പ്രശ്നങ്ങളിൽ നിന്നും സാമൂഹ്യ സമ്മർദ്ദങ്ങളിൽ നിന്നെല്ലാം ഉള്ള ഒരു വിശ്രമ ജീവിതം എന്ന ഒരു തരത്തിലേക്കുള്ള ഒരു വിലയിരുത്തലുകളൊക്കെ ജയിലിനെ പറ്റി ഉണ്ടാകുന്നുണ്ടോ എന്ന ചോദ്യം നിലവിൽ ഉയരുന്നുണ്ട്. നല്ല ഭക്ഷണവും നല്ല അന്തരീക്ഷവും നല്ല ചുറ്റുപാട്, ശാന്തമായ ജീവിതം, പക്ഷേ സമൂഹവുമായി ബന്ധമില്ല എന്ന് മാത്രം, അതുമാത്രമാണ് വ്യത്യാസം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ജയിലിലെ ഭക്ഷണത്തെക്കുറിച്ച് അകത്തായവർക്കും പുറത്തിറങ്ങിയവർക്കുമെല്ലാം ഒരു അഭിപ്രായമാണ്. അകത്ത് കിടന്ന് ഉണ്ട തിന്നാമെന്ന പറച്ചിലൊക്കെ കാലങ്ങളായി എന്ന്. ഇപ്പോൾ ഇറച്ചിയും മീനും മുട്ടയും നല്ല മുന്തിയിനം അരിയിൽ ചോറും ഒക്കെ ഉണ്ട്. ആഴ്ചയിൽ ഓരോ ദിവസവും മെനു ഉണ്ട്. ഇതനുസരിച്ചുള്ള ഭക്ഷണമാണ് ജയിലുകളെല്ലാം ഹൈടെക് ആണ്. 90കളിലെ മലയാള സിനിമയിൽ തൂക്കിക്കൊല്ലുന്നത് കാണിക്കാൻ ജയിലിലെ വാച്ച് ടവറും പിന്നെ അതിനടുത്തുള്ള വലിയ മരത്തിൽ നിന്ന് വവ്വാലുകൾ കൂട്ടത്തോടെ പറന്നു പോകുന്നതുമൊക്കെ പേടിപ്പിക്കുന്ന അന്തരീക്ഷമാണ് ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ അതൊക്കെ സിനിമകളിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന കഥകളായി മാറിക്കഴിഞ്ഞു. തൂക്കുമരവും തൂക്കിക്കൊല്ലലും ഒന്നും ഇപ്പോഴില്ല. തൂക്കിക്കൊല്ലുന്ന കയർ, അതിനുപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം, ലിവർ, കറുത്ത മുഖംമൂടി, കൈകൾ കെട്ടുന്ന കയർ, അങ്ങനെ നിരവധി വസ്തുക്കൾ ഇന്ന് നിർജീവാവസ്ഥയിലാണ്. എന്നാൽ കോടതി മുറികളിൽ ഒരു പ്രതി അപൂർവമായി കേസെന്ന രീതിയിൽ തെളിവുകളും സാക്ഷി വിസ്താരത്തിന്റെയും അടിസ്ഥാനത്തിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന ജഡ്ജി ഇന്നും വിധി എഴുതാൻ ഉപയോഗിക്കുന്ന പേന കുത്തിയൊടിക്കാറുണ്ട്. അങ്ങനെ കുത്തിയൊടിക്കപ്പെട്ട പേനയിൽ നിന്ന് ഊറി വന്ന മഷിയിൽ പടർന്ന തൂക്കുവിധിയാണ് കഷായം ഗ്രീഷ്മയ്ക്ക് കിട്ടിയത്. കാമുകനെ കഷായത്തിൽ വിഷം കൊടുത്തു കൊന്ന കേസിലാണ് ഗ്രീഷ്മയെ വധശിക്ഷയ്ക്ക് വിധിച്ചതെന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ഗ്രീഷ്മയാണ് ഇപ്പോൾ സുഖവാസത്തിലാണ് ജയിലിലെന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സംസാരങ്ങളിൽ ചർച്ചകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത്. എന്തായാലും സത്യാവസ്ഥ എന്താണ് എന്നത് അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലൊരു ചർച്ച സമൂഹ മാധ്യമങ്ങളൊക്കെ ശക്തമാണ്. അതേസമയം ഈ ഗ്രീഷ്മയുടെ വിധി വരുന്നതിന് തൊട്ട് മുമ്പ് മലയാളി വാർത്തയോട് ഷാരോണിന്റെ കുടുംബം, അതായത് ഷാരോണിന്റെ കുടുംബത്തെ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. അവരുടെ വേദന എത്രത്തോളം ഉണ്ട് എന്നത്, അവരുടെ മകൻ നഷ്ടമായ വേദനയിൽ വെന്തുരുകുകയാണ് മാതാപിതാക്കളും സഹോദരനും ഒക്കെ.
അപ്പോൾ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ആ കുടുംബത്തെയും വലിയ രീതിയിൽ വിഷമിപ്പിക്കുന്ന കാര്യത്തിൽ സംശയമില്ല.